ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീതി ഒഴിയുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ നിന്നും തിരിച്ചുവരാൻ പൌരന്മാർക്ക് അമേരിക്കയുടെ നിർദ്ദേശം. US ആഭ്യന്തര മന്ത്രാലയമാണ് പൌരന്മാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. ആണവ നിർവ്യാപന കരാറുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് US-ഉം ഇറാനും വെള്ളിയാഴ്ച ഒമാനിലാണ് ചർച്ച നടത്തിയത്. നേരിട്ടല്ലാതെ മധ്യസ്ഥരായ ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി മുഖേനയായിരുന്നു ചർച്ച. ഇത് നല്ല തുടക്കമായിരുന്നുവെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. 2025 ഇറാൻ US ചർച്ചകൾക്ക് വേദിയായ മസ്കറ്റിലെ കൊട്ടാരത്തിലായിരുന്നു ഇത്തവണത്തെ ചർച്ചയിൽ. ഭാവിയിൽ ആശയവിനിമയം തുടരാനുള്ള വഴിയൊരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് അരാഗ്ചി പറഞ്ഞു. അവിശ്വാസമാണ് സംഭാഷണത്തിൽ പ്രധാന വെല്ലുവിളിയായത് എന്നും ഇത് അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും പശ്ചിമേഷ്യൻ കാര്യങ്ങൾക്കുള്ള ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമാണ് US പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഇവരെ കൂടാതെ അസാധാരണ നടപടിയായി പശ്ചിമേഷ്യയിലെ US-ന്റെ സൈനിക കമാൻഡായ സെൻകോമിന്റെ മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറും പങ്കെടുത്തു. മുൻകാല ചർച്ചകളിൽ സേനാ മേധാവികൾ പങ്കെടുത്തിരുന്നില്ല. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിൽ US സൈനിക നടപടിക്കിറങ്ങുമെന്ന് സൂചിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് കൂപ്പറെ പങ്കെടുപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇറാനിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ഏതു നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാനിലെ വെർച്വൽ US എംബസി വഴിയാണ് ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചത്. ചർച്ച പൊളിഞ്ഞാൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി ദുഃഖിക്കേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ കൂടുതൽ വിശദീകരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശത്തെ കൂടി കൂട്ടി വായിക്കുന്നത്. ആണവ പദ്ധതി മൊത്തമായും നിർത്തിവെക്കണമെന്നതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഉപരോധം നീക്കിയാൽ മാത്രമേ അത്തരമൊരു ചിന്തയ്ക്ക് ഭാഗികമായെങ്കിലും തങ്ങൾ തയ്യാറാവൂ എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. മസ്കറ്റിൽ ഇന്ത്യൻ സമയം 11-നായിരുന്നു ചർച്ച. വിശദാംശങ്ങളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച പാളിയതാണോ പുതിയ നിർദ്ദേശത്തിന് അടിസ്ഥാനമെന്നാണ് അറിയാനുള്ളത്. സമീപകാല സൈനിക മുന്നേറ്റങ്ങളും നിലവിലുള്ള നയതന്ത്ര പിരിമുറുക്കങ്ങളും സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വൻ സന്നാഹം ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം പരസ്പരം വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും അത് ദുർബലമാണ്. ട്രംപിന്റെ പരസ്യമായ ഭീഷണികളും ഇറാനെതിരെ നിലനിൽക്കുന്നുണ്ട്. യാത്രയ്ക്കായി തയ്യാറാവാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തണമെന്നും അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവയെല്ലാം കരുതണമെന്നും അമേരിക്ക പൗരന്മാരോട് ആവശ്യപ്പെടുന്നു. ചുറ്റുപാടുകളെക്കുറിച്ചും പൂർണ്ണ ജാഗ്രതയോടെ ഇരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. വാർത്തകൾക്കായി പ്രാദേശിക മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്നും ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കാനും നിരന്തരം ബന്ധുക്കളുമായി സംസാരിക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകുന്നുണ്ട്. US-ഉം ഇറാനും തമ്മിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന വാക്പോരുകൾക്ക് ശേഷമാണ് നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലേക്ക് US കപ്പൽ വ്യൂഹത്തെയും മറ്റ് സൈനിക സന്നാഹങ്ങളെയും അയച്ചുകൊണ്ട് ഈ ഭീഷണിക്ക് US ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ വാണിജ്യ വിമാന സർവീസുകളോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ച് എത്രയും വേഗം ഇറാൻ വിടാൻ പൗരന്മാരോട് അമേരിക്ക ആവശ്യപ്പെട്ടു. വൈകും തോറും വിമാനത്താവളങ്ങളും അതിർത്തികളും അടയ്ക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യാത്ര ദുഷ്കരമാകും. ചർച്ചകൾ ആണവ വിഷയത്തിലും ഉപരോധങ്ങൾ നീക്കുന്നതിലും മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചാ വിഷയമാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് വാഷിംഗ്ടൺ. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെയധികം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾ ഏറെ നിർണായകമാണ്. ചർച്ച പരാജയപ്പെട്ടാൽ അതൊരു വലിയ സൈനിക നീക്കത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യാത്രാ സാധ്യതകൾ പോലും മങ്ങുന്ന സാഹചര്യത്തിലാണ് US-ന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നാണ് വിവരം. മടക്കയാത്രയ്ക്കായി US സർക്കാരിനെ ആശ്രയിച്ച് നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇറാനിൽ തങ്ങുന്ന വിദേശികൾ ചോദ്യം ചെയ്യപ്പെടാനോ അന്യായമായി തടങ്കലിലാക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഭയപ്പെടുന്നു. ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടേക്കാം. ഇത് സഹായം തേടുന്നതിന് തടസ്സമാകും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിവേഗം വഷളാകുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ അമേരിക്ക അടിയന്തര നിർദ്ദേശം നൽകിയത്. ഇറാനിലുടനീളം നിലനിൽക്കുന്ന അശാന്തിയും യാത്രാ തടസ്സങ്ങളും കണക്കിലെടുത്താണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇറാനിൽ US-ന് ഒരു എംബസി പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തത്ര മോശം നയതന്ത്ര ബന്ധമാണ് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. ഇതിനിടെ കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനത്തോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആക്രമണ ഭീതി ഉടലെടുത്തത്. പല ഘട്ടങ്ങളിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് യുദ്ധഭീതി അകലുന്നുവെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നത്. ഈ ചർച്ചകൾക്കിടയിലാണ് ഇറാൻ വിടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം പുറത്തുവരുന്നത്. ഇത് തീർത്തും ആശങ്ക നിറയ്ക്കുന്നതുമാണ്. ഇറാൻ അമേരിക്ക ചർച്ച പാളിയോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.